ഹായ്, ഞാൻ അനുദീപ്. ഒരു പരീക്ഷയുടെ ആത്മാവ് എന്ന് പറയുന്നത് പുസ്തകങ്ങളാണ്. ഹൃദയം എന്ന് പറയുന്നത് അതിന്റെ സിലബസ് ആണ്. ഈ ഹൃദയവും ആത്മാവും ഒന്ന് ചേരുമ്പോഴാണ് നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു എക്സാമിന് ടോപ്പ് റാങ്ക് അടിക്കണമെങ്കിൽ ആ ഒരു എക്സാമിന്റെ ഹേർട്ട് ആൻഡ് സോൾ, ഹൃദയവും ആത്മാവും നിങ്ങൾ തൊട്ടറിഞ്ഞിരിക്കണം. ഒരു വ്യക്തി വായിക്കുന്ന പുസ്തകം നോക്കി അറിയാം നമുക്ക് ആ വ്യക്തി ഒരു എക്സാം പാസ്സാവുമോ ഇല്ലയോ എന്നുള്ളത്. വളരെ ഈസിയാണ് പ്രിഡിക്റ്റ് ചെയ്യാൻ. ഇനി പുതിയ PSC പാറ്റേണിൽ ക്വസ്റ്റ്യൻസ് വരുന്നതൊക്കെ ഒരു പർട്ടിക്കുലർ ബുക്ക് ലിസ്റ്റിൽ നിന്ന് തന്നെയാണ്. ആ പുസ്തകം നന്നായി നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തും, ഒരു സംശയം വേണ്ട. അതുകൊണ്ട് തന്നെ എന്നെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിച്ച, പല റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ സാധിച്ചതിന് എനിക്ക് ഏറെ കടപ്പാടുള്ള കുറച്ച് പുസ്തകങ്ങളുണ്ട്. ഈ പുസ്തകങ്ങൾ വെച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ പരീക്ഷയ്ക്ക് ഉന്നത വിജയം എനിക്ക് നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. സിവിൽ സർവീസസിനും കേരള PSCക്കും ഈ പുസ്തകങ്ങൾ ഉപയോഗിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ റാങ്ക് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും, ഒരു സംശയം വേണ്ട. അപ്പോൾ നന്നായിട്ട് തന്നെ പഠിക്കുക. ഇവിടെ പല ആൾക്കാർക്കും പല സംശയമുണ്ട്. റാങ്ക് ഫയലുകൾ വാങ്ങിക്കണോ, SCERT NCERT വാങ്ങിക്കണോ, അതോ പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് പുസ്തകങ്ങൾ വാങ്ങിച്ചാൽ മതിയോ? അതിനൊക്കെ ഉള്ളൂ ഇത്ര ഞാൻ തരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. ഈ ഒരു ബുക്ക് ലിസ്റ്റിന്റെ PDF ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനലിലെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ പുസ്തകങ്ങൾ വാങ്ങിക്കാം. ഇതിൽ ഒരു അഫിലിയേഷൻ പ്രോഗ്രാംസ് റൺ ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് ഇടുന്നില്ല. നിങ്ങൾക്ക് ഒരു ലൈബ്രറി പോയി പുസ്തകങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് പിന്നീട് ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നോ എവിടുന്നെങ്കിലും നിങ്ങൾ വാങ്ങിച്ചാൽ മതി. ഓക്കെ, അഗെയിൻ ഈ വീഡിയോ ചെയ്യുന്നതിന് പർപ്പസ് രണ്ട് ഉദ്ദേശമാണുള്ളത്. ഉദ്ദേശം നമ്പർ 1 എന്ന് പറയുന്നത്, ഞങ്ങളുടെ കോഴ്സുകളിലേക്ക് നിങ്ങൾ വരികയാണ്, ഞങ്ങളുടെ അഫോർഡബിൾ കോഴ്സസ് ഇഷ്ടംപോലെ റൺ ചെയ്യുന്നുണ്ട്, അതിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ ഈ പുസ്തകങ്ങൾ വെച്ചായിരിക്കും ഞങ്ങൾ പഠിപ്പിക്കുക. റാങ്ക് ഫയലിലെ ഫാക്ടറികൾ പഠിപ്പിക്കുന്നതിനോടൊപ്പം ഈ പുസ്തകങ്ങൾ ക്ലാസ്സിൽ കവർ ആവും. ഇപ്പോഴും പഴയ PSC പാറ്റേണിൽ പഠിക്കുന്ന ആൾക്കാർക്ക് ഈ പുസ്തകങ്ങൾ അലർജിയാണ്, ഞാൻ ഇനി പറയാൻ പോകുന്ന പുസ്തകങ്ങൾ. പക്ഷെ ഇത് വെച്ച് പഠിച്ചേ പറ്റൂ. സോ ഞങ്ങളുടെ ബാച്ചിലേക്ക് വരുന്നതിന് മുമ്പ് ഇത് വെച്ച് പഠിക്കാൻ മാനസികമായി തയ്യാറെടുത്തിട്ട് തന്നെ വരിക. റാങ്ക് ഫയലിനേക്കാൾ എളുപ്പമാണ് ഈ പുസ്തകം പഠിക്കാൻ. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഓണം ഓഫർ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ട് പ്രൈസിൽ ഞങ്ങളുടെ കോഴ്സസ് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡിഗ്രി ലെവൽ ലോങ് ടൈം ബാച്ചുകൾ പർച്ചേസ് ചെയ്യുന്ന സ്റ്റുഡൻസിന് 10th +2 വേണ്ടിയിട്ടുള്ള ജനറൽ PSC ബാച്ച് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, ലിമിറ്റഡ് ടൈമിലാണ് ഈ ഓഫർ ഇട്ടിട്ടുള്ളത്. രണ്ടാമത്തെ പർപ്പസ് എന്ന് പറയുന്നത്, നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഈ പുസ്തകങ്ങൾ വെച്ച് പഠിക്കാവുന്നതാണ്. സിലബസ് എടുക്കുക, സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ എവിടെയാണ് പറഞ്ഞത് നോക്കുക. ഈ ഓരോ ടെക്സ്റ്റും തുടക്കം മുതൽ അവസാനം വരെ വായിക്കണ്ട, സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രം വായിച്ചു പോയാൽ മതി. അങ്ങനെ നിങ്ങൾക്കത് വെച്ച് പഠിക്കാൻ പറ്റുന്നതാണ്. അതിന് വരുന്ന ഫ്രീ മെറ്റീരിയൽസ് നമ്മുടെ യൂട്യൂബിലും ടെലിഗ്രാമിലും വഴി നിങ്ങൾക്ക് തരും. കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്ലേലിസ്റ്റ് ഒക്കെ വായിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പം പറയാൻ പോകുന്ന ലക്ഷ്മിയാന്ന് വന്ന സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ്, അതിന് കുറെ കണ്ടന്റുകൾ നിങ്ങൾക്ക് കിട്ടും നമ്മുടെ ചാനലിൽ തന്നെ. ഓക്കെ, സോ നേരെ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇതൊരു അപ്ഡേറ്റഡ് ബുക്ക് ലിസ്റ്റ് വീഡിയോ ആണ്. നേരത്തെ ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതൊരു അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് നിങ്ങൾ കാണുക. നിങ്ങൾ ഈ ഒരു പുസ്തകം എന്തായാലും വാങ്ങിച്ചിരിക്കണം. വളരെ അഫോർഡബിൾ ഫീസാണ്. ജനറൽ നോളജ്, മനോഹർ പാണ്ഡെയുടെ അരിഹന്ത് പബ്ലിക്കേഷന്റെ ജനറൽ നോളജ്. ഇത് എന്റെ ആയിരിക്കുന്ന പുസ്തകം, 2014 പുസ്തകമായിരുന്നു എന്റെ ആയിരുന്നത്. ഇന്നും ചോദ്യം വരുന്ന ഈ പുസ്തകത്തിൽ നിന്നാണ്. പക്ഷെ ഇപ്പൊ 2025-26 എഡിഷൻസ് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ വാങ്ങിച്ചാൽ മതി. ഈ പുസ്തകത്തിനെ പറ്റി പറയാൻ എനിക്ക് വാക്കുകളില്ല. അതിന് വളരെ കുറച്ച് കണ്ടന്റ് മാത്രമേ ഉള്ളൂ. ആ കണ്ടന്റിനകത്ത് അങ്ങനെ ക്യാപ്സുകളോട് അരച്ചിറക്കി കൊടുത്തേക്കാന്ന് പറയില്ലേ, അതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഈ മിഡീവൽ ഇന്ത്യ ഒക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ, ഏൻഷ്യന്റ് ഇന്ത്യ ഒക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ പുസ്തകത്തിനകത്ത് കണ്ടന്റ് മാത്രം പഠിച്ചാൽ മതി. കാരണം നമുക്കത് പരീക്ഷയ്ക്ക് ചിലപ്പോൾ 1 മാർക്കോ 1/2 മാർക്കോ ഒക്കെ ആയിരിക്കും ചോദ്യങ്ങൾ വരിക. അതിനുവേണ്ടി നമ്മൾ എല്ലാ പുസ്തകങ്ങളിൽ നിന്ന് പഠിക്കുന്ന നഷ്ടമാണ്. പക്ഷെ ഇത് പഠിച്ചാൽ നമുക്ക് ആ 1 മാർക്കിൽ 1/2 മാർക്ക് കിട്ടും. അതാണ് ഈ പുസ്തകത്തിന്റെ മാജിക്. മനോഹർ പാണ്ഡെയുടെ അരിഹന്ത് വാങ്ങിച്ചു വെച്ചോ. ഞാൻ ഇന്നും റെഫർ ചെയ്യുന്ന പുസ്തകമാണിത്. എന്റെ 2014 എഡിഷൻ ആയിട്ട് പോലും ഇത് ഔട്ട്ഡേറ്റഡ് ആയിട്ടില്ല. അപ്പൊ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഈ എഡിഷൻ കിട്ടത്തില്ല, നിങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ നിങ്ങൾ വാങ്ങിച്ചാൽ മതി. പിന്നെ ഞാൻ ഇനി പറയാൻ പോകുന്നത് ഓരോ സബ്ജക്ട് ബേസ്ഡ് ആയിട്ടുള്ള ബുക്ക് ലിസ്റ്റ് ആണ്. എല്ലാ സബ്ജക്റ്റുകളും നിങ്ങൾ എന്തായാലും SCERTയും NCERTയും സിവിൽ സർവീസ് പ്രിലിംസിന്റെ മുൻകാല വർഷ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഞാനിത് ഓരോന്നും ഓരോ സ്ഥലത്തും എടുത്ത് പറയുന്നില്ല. സ്റ്റാൻഡേർഡ് ടെക്സ്റ്റുകളെ പറ്റി മാത്രമായിരിക്കും സംസാരിക്കുക. സിവിൽ സർവീസസ് പ്രിലിംസിൽ നിന്നും ധാരാളം ചോദ്യങ്ങൾ PSC അടിച്ചു മാറ്റുന്നുണ്ട്. ഞാനത് യൂട്യൂബ് വീഡിയോ ചെയ്ത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്താൽ മനസ്സിലാക്കാൻ സാധിക്കും. ഫ്രീ മാർക്ക് അത് വർക്കൗട്ട് ചെയ്യുമ്പോൾ കിട്ടാൻ പോകുന്നത്. പിന്നെ ചോദ്യങ്ങൾ അവിടുന്ന് അതേപടി അല്ലെങ്കിൽ അതിന്റെ മാതൃകയിൽ വരും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലിരിക്കുക. ഇതിനകത്ത് ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, GK സബ്ജക്റ്റുകൾ എല്ലാം തന്നെ അത് കവർ ആവുന്നുണ്ട്. ഫൈനൽ റിവിഷന് നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. ഓക്കെ, ഇനി നമുക്ക് ഓരോ സ്പെസിഫിക് ബുക്ക് ലിസ്റ്റുകളിലേക്ക് പോവാം. ഇവിടെ നിങ്ങളുടെ ഒരു സംശയം, റാങ്ക് ഫയലോ? ഇനിയുള്ള കാലത്ത് റാങ്ക് ഫയൽ വേണോ? വേണം.
റാങ്ക് ഫയൽ എന്ന് പറയുമ്പോൾ അതൊരു ഫൈനൽ റിവിഷന്റെ ഘട്ടത്തിൽ നമുക്ക് ഉപകാരപ്പെടും. മാത്രമല്ല ഇംഗ്ലീഷ്, മലയാളം, IT, ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, ഇംഗ്ലീഷ് ഈ സബ്ജക്റ്റുകൾക്ക് നമുക്ക് റാങ്ക് ഫയൽ ഒത്തിരി ഉപകാരപ്പെടും. പക്ഷെ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, സയൻസ് ആൻഡ് ടെക് പോലെയുള്ള സബ്ജക്റ്റുകളിലേക്ക് വരുമ്പോൾ അതിന് നമ്മൾ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റുകൾ തന്നെ ഉപയോഗിക്കണം. ഓക്കെ, അതിലേക്ക് നമുക്ക് വരാം. ഫസ്റ്റ്, ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്ട്. അതിൽ കേരള ഹിസ്റ്ററി വരുന്നുണ്ട്, ഇന്ത്യൻ, വേൾഡ്, 3 ഹിസ്റ്ററികൾ വരുന്നുണ്ട്. ഇതിനൊക്കെ നമുക്ക് നിങ്ങൾ വന്ന് റാങ്ക് ഫയൽ പഠിക്കാം. കേരള ഹിസ്റ്ററിക്ക് റാങ്ക് ഫയൽ വായിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ശ്രീധര മേനോൻ സാറിന്റെ സർവേ ഓഫ് കേരള ഹിസ്റ്ററി എന്ന പുസ്തകത്തിൽ നിന്നാണ് നമുക്ക് റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ വരുന്നത്. ഇതും തുടക്കം മുതൽ അവസാനം വരെ വായിക്കണ്ട. ഇത് കുറേ പഴയ ചരിത്രം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് യൂറോപ്യൻസുമാർ മുതലോ അല്ലെങ്കിൽ പോർച്ചുഗീസുകാർ മുതലോ ഡച്ചുകാർ മുതലോ പഠിച്ചു തുടങ്ങിയാൽ മതിയല്ലോ. ഡിപ്പെൻഡ് അപ്പോൺ സിലബസ്. KSന്റെ സിലബസ് ഒന്നാണ്, ഡിഗ്രി ലെവലിന്റെ സിലബസ് മറ്റൊന്നാണ്. അത് ഇത് വെച്ച് പഠിക്കാം. ചെറിയ പുസ്തകമാണിത്. ഓക്കെ, അഗെയിൻ ഞങ്ങളുടെ ക്ലാസ് നോട്ട്സിൽ ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റുകളിലെ കോർ കണ്ടന്റുകൾ കവർ ചെയ്യുന്നുണ്ട്. കാര്യം ഇനിയുള്ള PSC പരീക്ഷകൾക്ക് നമുക്ക് കുറച്ച് ഹയർ ലെവലിലേക്ക് ഇറങ്ങി ആഴത്തിൽ തന്നെ പഠിക്കണം. അതിന് ഉദാഹരണമാണ് ഇത്. ഇന്ത്യൻ ഹിസ്റ്ററിക്ക് നമുക്ക് മിഡീവൽ ഇന്ത്യ മുതലുള്ള ചരിത്രമാണ് പഠിക്കാനുള്ളത്. ഒരു കാര്യം ശ്രദ്ധിച്ചോ, മിഡീവൽ ഇന്ത്യ, പിന്നെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് രാജ്, അതാണ് ഇവിടെ പറയുന്നത്. ബ്രിട്ടീഷുകാരുടെ വരവിന് ശേഷമുള്ള ചരിത്രമാണ് മോഡേൺ ഇന്ത്യയിൽ നിന്ന് പഠിക്കാനുള്ളത്. പിന്നീട് മിഡീവൽ ഇന്ത്യയിലെ കാര്യങ്ങളുണ്ട്. അപ്പൊ അറൈവൽ ഓഫ് യൂറോപ്യൻസോ, അതും ഒന്ന് നോക്കിയിട്ട് പോകണം. സിലബസിൽ എടുത്ത് പറയുന്നില്ലെങ്കിൽ പോലും അറൈവൽ ഓഫ് യൂറോപ്യൻസ് നമ്മൾ പഠിക്കണം. ഇതൊക്കെ പഠിക്കാനുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സൈസ് കുറഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും അടിപൊളി ടെക്സ്റ്റ് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ ആണ്. പക്ഷെ അതിൽ മിഡീവൽ ഇന്ത്യ കവർ ആവുന്നില്ല. മിഡീവൽ ഇന്ത്യക്ക് ഞാൻ നേരത്തെ വന്ന പുസ്തകം അരിഹന്ത് വായിക്കാം. അത് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ SCERT NCERT വായിച്ച് കഷ്ടപ്പെടേണ്ട. അതിനകത്തുള്ള പോയിന്റുകളെല്ലാം അരിഹന്തിൽ കവേർഡ് ആണ്. മനസ്സിലായല്ലോ? അപ്പൊ അതാണ് സ്മാർട്ടായിട്ട് പഠിക്കാന്ന് പറയുന്നത്. നിങ്ങൾ 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കണ്ടന്റുകൾ SCERT NCERT നോക്കി ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കണ്ട, അരിഹന്ത് പഠിച്ചാൽ മതി. അതാണ് കുറച്ച് സമയം കൊണ്ട് കൂടുതൽ മാർക്ക് നമ്മൾ സ്കോർ ചെയ്യേണ്ടി വരും. അതാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ റാങ്ക് ഫയലുകൾ ഇതൊക്കെ കവേർഡ് ആണ്. ഏത് റാങ്ക് ഫയൽ വാങ്ങിക്കണം എന്ന് എൻ്റെ അടുത്ത് ചോദിക്കരുത്. നിങ്ങൾക്കറിയാം നല്ല റാങ്ക് ഫയലുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മുടെ കമ്മ്യൂണിറ്റികളിൽ അന്വേഷിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് തന്നെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞ ഒരു പർട്ടിക്കുലർ അക്കാഡമിയെ പ്രൊമോട്ട് ചെയ്യാന്നൊക്കെ പറയും. അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ ഒരു ബുക്ക് ഷോപ്പിൽ പോവുക, നല്ല റാങ്ക് ഫയൽ ഏതെന്ന് അന്വേഷിച്ച് അത് വാങ്ങിക്കാം. ഓക്കെ, യെസ്, കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്. ഈ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ, അത് രാജീവ് അഹിർ എന്ന് പറയുന്ന IPS ഓഫീസർ എഴുതിയ പുസ്തകമാണ്. വളരെ നല്ല ടെക്സ്റ്റ് ആണ്. ഇത് മതി. ഇത് കുറച്ചുണ്ട് കേട്ടോ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന നിങ്ങളുടെ സബ്ജക്ട് സേഫ് ആണ്. കുറച്ചും കൂടെ ആഴത്തിലിറങ്ങി പഠിക്കണം, മെയിൻസ് നിലവാരത്തിലേക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് പഠിക്കാവുന്നതാണ്. ഇതൊരു നോവൽ പോലെ എഴുതിയിട്ടുള്ള ബൃഹത്തായ ഒരു ടെക്സ്റ്റ് ആണ്. വളരെ ബ്യൂട്ടിഫുൾ പോയറ്റിക് ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള ടെക്സ്റ്റ് ആണ്. ഇതും വാങ്ങിക്കാം. ഞാൻ നിർബന്ധം പറയാം, ഇത് വായിക്കണം എന്ന് ഞാൻ നിർബന്ധം പറയാം. നിങ്ങൾ സിവിൽ സർവീസസിന് പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ ഇത് വായിക്കാതെ പോകരുത്. PSCക്കാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഇത് മാത്രമായാലും മതി, കുഴപ്പമില്ല. ക്ലിയർ ആണല്ലോ? ഇതിനകത്ത് നമുക്ക് പലപ്പോഴും ചോദ്യങ്ങൾ വരുന്നത് ഇതിന്റെ ചാപ്റ്ററിന്റെ പേര് വെച്ചിട്ടും അല്ലെങ്കിൽ ചാപ്റ്ററിന്റെ സബ് ഹെഡിങ്സ് കൊടുക്കുമല്ലോ, അത് അതേപടി കോപ്പി പേസ്റ്റ് ചെയ്ത് വരാറുണ്ട്. അപ്പം ഇറ്റ്സ് എ വെരി 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 ബ്യൂട്ടിഫുൾ ടെക്സ്റ്റ്. ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ, സ്പെക്ട്രം ആണ് പബ്ലിക്കേഷൻ. ഓക്കെ, ഇനി വേൾഡ് ഹിസ്റ്ററിയിലേക്ക് പോവാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ SCERT NCERTs പഠിക്കുക. പക്ഷെ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ നമുക്ക് വരാൻ ഏറ്റവും അധികം സാധ്യത ഈ പുസ്തകത്തിൽ നിന്നാണ്. ഹോൾട്ട് മൾട്ടോഗലിന്റെ വേൾഡ് ഹിസ്റ്ററി പാറ്റേൺസ് ആൻഡ് ഇന്ററാക്ഷൻസ് എന്ന് പറയും. ഇത് 1000കണക്കിന് പേജുള്ള ടെക്സ്റ്റാണ്. നമുക്കിത് മൊത്തം ഒന്നും പഠിക്കണ്ട. വേൾഡ് ഹിസ്റ്ററിയുടെ സിലബസ് വളരെ ചെറുതാണ്. ആ സിലബസ് വെച്ച് പഠിക്കുക. അതാണ് ഹേർട്ട് ആൻഡ് സോൾ എന്ന് പറയുന്നതാണ്. ഇതിന്റെ ഹൃദയവും ആത്മാവും ചേർത്ത് വെച്ച് പഠിക്കുക. സിലബസിൽ ഇല്ലാത്തത് പഠിക്കാൻ പോണ്ട. ഓക്കെ, ഇതാണ് ഇത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇതിന്റെ PDF ഫ്രീ ആയിട്ട് ഓൺലൈനിൽ കിടപ്പുണ്ട്. 10,500 പേജ് ഉണ്ട്. അതൊന്നും വേണ്ട, കണ്ട് പേടിക്കണം. അത് വളരെ ഒരു 10-75 പേജ് മതി നമുക്ക്. ഓക്കെ, ഈ ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ NCERT SCERT അത് സഫിഷ്യന്റ് ആണ്. ഇന്ത്യൻ ജോഗ്രഫി ഉണ്ട്, വേൾഡ് ജോഗ്രഫി ഉണ്ട്, കേരള ജോഗ്രഫി ഉണ്ട്. ഇന്ത്യൻ ജോഗ്രഫിക്ക് 9, 10, 11, 12 ക്ലാസ്സുകളിലെ ജോഗ്രഫി പഠിച്ചാൽ സെറ്റാണ്. ഏകീന അരിഹന്തിന്റെ ആ പുസ്തകം വായിക്കുകയാണെങ്കിൽ ഇതിനകത്ത് NCERT പോയിന്റുകളും SCERT മോസ്റ്റ് ഓഫ് ദ പോയിന്റുകൾ അത് കവേർഡ് ആണ്. പക്ഷെ കേരള ജോഗ്രഫി അതിനകത്ത് കവേർഡ് അല്ല. അതുകൊണ്ട് തന്നെ ഇത് SCERT 11 ടെക്സ്റ്റുകളൊക്കെ മാറിയല്ലോ, പുതിയ SCERT ടെക്സ്റ്റിൽ വരുന്നു. അതൊക്കെ വെച്ചിട്ട് കുറെ കൂടെ ആഴത്തിലേക്ക് കേരള ജോഗ്രഫി പഠിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ PYQs, ഇവിടെ രണ്ടിടത്തും നമുക്ക് UPSC PYQs മുൻകാല വർഷ ചോദ്യങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെറുപറാന്ന് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. കേരള ജോഗ്രഫി അതിൽ അതിനാണ് എനിക്ക് പറയാനുള്ളത്. അതിന് കൂടെ നിങ്ങൾ കേരള ജോഗ്രഫിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു അക്ഷയ ഖനിയാണ് ഗവൺമെന്റിന്റെ വെബ്സൈറ്റ്സ്.
ഉദാഹരണത്തിന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഈ വെബ്സൈറ്റ് ഉണ്ട്. നമുക്ക് ഭാവിയിൽ ധാരാളം ചോദ്യങ്ങൾ ഇവിടുന്ന് വരും. ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. അതിനകത്ത് ടൈപ്സ് ഓഫ് സോയിൽസ് അല്ലെങ്കിൽ ലാൻഡ് ഫോംസിനൊക്കെ പറയുന്നത് കേരള സ്പെസിഫിക് ആയിട്ട്. പിന്നീട് സർട്ടിഫിക്കറ്റ് ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ ജോഗ്രഫി ഗോച്ചിങ് ലിയോങ് എന്ന് പറയും, അത് വാങ്ങിക്കുക. ഇതിനകത്ത് സെലക്ടഡ് ചാപ്റ്റേഴ്സ് പ്ലേറ്റ് ടെക്ടോണിക്സ് പോലെയുള്ള സെലക്ടഡ് ചാപ്റ്റേഴ്സ് മാത്രം മതി. ക്ലൈമറ്റ്, പ്ലേറ്റ് ടെക്ടോണിക്സ് ഉള്ള സെലക്ടഡ് ചാപ്റ്റേഴ്സ് സിലബസ് വെച്ച് പഠിച്ചാൽ മതി. ഒരു സ്റ്റുഡന്റ് അറ്റ്ലസ് നിങ്ങൾ നല്ലൊരു ജോഗ്രഫി സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങളുടെ ഒരു സ്റ്റുഡന്റ് അറ്റ്ലസ് ഉണ്ടായിരിക്കണം. ഇതിൽ വേൾഡ് ഫിസിക്കൽ ജോഗ്രഫിയും വേൾഡ് പൊളിറ്റിക്കൽ ജോഗ്രഫിയും മാപ്പുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ചോദ്യം ചെയ്ത് ഉക്രൈനിന്റെ ചുറ്റുമുള്ള അല്ലെങ്കിൽ ഈസ്റ്റേൺ ബൗണ്ടറീസ് ചെയ്ത് വെസ്റ്റേൺ ബൗണ്ടറീസ് ചെയ്ത് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ഇത് വെച്ച് പഠിച്ചാൽ മതി, സംഭവം സെറ്റാണ്. ഓക്കെ, അപ്പൊ അതാണ് ജോഗ്രഫിയുടെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. എക്കണോമിക്സ് ആണ് പല ആൾക്കാർക്കും ഉള്ള ഒരു നൈറ്റ് മെയർ. എക്കണോമിക്സിനകത്തെ സിലബസ് കണ്ടോ? ഈ സിലബസിന്റെ ഇതേ ഹെഡിങ്ങിൽ തന്നെ അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ഹെഡിങ്സിലും ഇതേപോലെ എഴുതി വെച്ചിട്ടുള്ള പുസ്തകമുണ്ട്. ഇന്ത്യൻ എക്കണോമി, ശങ്കർ ഗണേഷിന്റെ ഇന്ത്യൻ എക്കണോമി. എഗെയിൻ ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തൊക്കെ ഞങ്ങൾ കൂടുതൽ ഫോക്കസ് ശ്രീറാം IASന്റെ ടെക്സ്റ്റുകളായിരുന്നു. അത് കുറച്ച് ഡീപ്പാണ്, കുറച്ച് സൈസ് ഉണ്ട്, പെട്ടെന്ന് പഠിച്ച് തീരത്തില്ല. ശ്രീറാം IAS പഠിക്കാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ പഠിച്ചാൽ മതി. ഞാൻ പഠിച്ചത് അത് വെച്ചിട്ടാണ്. പക്ഷെ പിന്നീടാണ് ഈ ടെക്സ്റ്റ് എനിക്ക് പരിചയപ്പെടുന്നത്. ഈ ടെക്സ്റ്റ് ആണ് ഞാൻ ഇപ്പോൾ നിലവിൽ യൂസ് ചെയ്യുന്നത്. എക്കണോമിക്സ് പഠിപ്പിക്കാനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ശ്രീറാം IASന്റെ നോട്ട്സും ഇതിന്റെ കൂടെ കൊണ്ടുപോകാന്നുണ്ടെങ്കിൽ എക്സ്ട്രീംലി ബെനിഫിഷ്യൽ ആയിരിക്കും. ഈ പുസ്തകം മതി. എക്കണോമിക്സിനകത്തെ കടുകട്ടി ടോപ്പിക്സ്, നാഷണൽ ഇൻകം അല്ലെ, അതൊക്കെ അരച്ച് കലക്കി പഠിക്കാനൊക്കെ ഈ ഒരു ടെക്സ്റ്റ് മോർ ദാൻ ഇനഫ് ആണ്. എക്കണോമിക്സ് ശങ്കർ ഗണേഷ് ഒന്ന് നോക്കി വെച്ചോളൂ. അത് വലിയ എക്സ്പെൻസീവ് ടെക്സ്റ്റ് ഒന്നും അല്ല കേട്ടോ. ഒരു റാങ്ക് 5ന്റെ വില വെച്ച് നോക്കുമ്പോൾ ഇതിന്റെയൊക്കെ വില വെറും തുച്ഛമാണ്. ഓക്കെ, അഗെയിൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും സിവിക്സും ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ള 2 സബ്ജക്റ്റുകൾ ഇവയാണ്. ഇത് പഠിക്കാനായിട്ട് നമുക്ക് SCRT വേണം. കേരള ഗവർണൻസിന്റെ ടോപ്പിക്കിന് SCRTs വേണം. അതിനോടൊപ്പം ഈ ഒരു ടെക്സ്റ്റ് ലക്ഷ്മികാന്ത് അല്ലെ, നമ്മുടെ ചാനലിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഈ ടെക്സ്റ്റ് വെച്ചിട്ട് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്തുള്ള എല്ലാ വീഡിയോസ് ഈ ടെക്സ്റ്റിന്റെ ബേസിസിലുള്ളതാണ്. കാരണം ഇത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ SCRT NCRT പോലും വായിക്കേണ്ട കാര്യമില്ല. അതാണ് ഈ ടെക്സ്റ്റിന്റെ ഒരു ഗ്രേറ്റ്നെസ്. ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ആണ്. കോൺസ്റ്റിറ്റ്യൂഷനകത്തെ ചോദ്യങ്ങൾ ലക്ഷ്മികാന്തിന്റെ അകത്തു നിന്നാണ് വരിക. ഇതിന് പുറത്തുനിന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കും പറ്റത്തില്ല, ആർക്കും അങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റണമെന്നില്ല. അതാണ് ലക്ഷ്മികാന്തിന്റെ ഒരു മഹത്വം എന്ന് പറയുന്നത്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ആണ് ലക്ഷ്മികാന്ത്. ഇതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ, ഇന്ന് 6th എഡിഷനകത്ത് മിസ്റ്റേക്സ് ഉണ്ടെന്ന് തോന്നുമ്പം 6th റിവൈസ്ഡ് എഡിഷനോ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഡിഷനോ വാങ്ങിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് അങ്ങോട്ട് പഠിക്കുക. NCRTയിലെ പോയിന്റുകളൊക്കെ എന്ത് കവർ ചെയ്തിട്ടുണ്ട്. തുടക്കം മുതൽ ഒടുക്കം വരെ വായിക്കേണ്ട സിലബസ് എടുത്ത് വെച്ചിട്ട് സിലബസിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, പ്രിയാമ്പിൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, DPSP, സിറ്റിസൺഷിപ്പ്, ഇതൊക്കെ ഈ ചാപ്റ്ററിന് തിരിച്ചതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് മാത്രം വായിക്കാം. ഓക്കെ, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ, ഇന്റർസ്റ്റേറ്റ് റിലേഷൻസ്. ഇപ്പൊ ലേറ്റസ്റ്റ് വന്നിട്ടുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിനകത്തെ സിലബസിനകത്ത് പറയുന്നുണ്ടല്ലോ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ, ഫിനാൻഷ്യൽ, എക്സിക്യൂട്ടീവ്, അഡ്മിനിസ്ട്രേറ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട് അതുവരെ ഈ ടെക്സ്റ്റിനകത്ത് സ്പെഷ്യൽ ഹെഡിങ് കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ അത് നമുക്ക് അങ്ങനെ പഠിക്കാവുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, പിന്നെ നമ്മുടെ ബാക്കി ടോപ്പിക്സ്, ഇതിന് സയൻസ് ആൻഡ് ടെക്നോളജി എന്നൊരു സബ്ജക്ട് ഉണ്ട്. അത് ഞാൻ ഈ PDF ആഡ് ചെയ്തിട്ടില്ല. സയൻസ് ആൻഡ് ടെക്നോളജി പഠിക്കാനായിട്ട് സിംഗിൾ സോഴ്സ് ഇല്ല. ന്യൂസ് പേപ്പേഴ്സ്, ഗവൺമെന്റ് വെബ്സൈറ്റ്സ്, വിക്കിപീഡിയ, പിന്നീട് NASA പോലുള്ള ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് വെബ്സൈറ്റ്സ് വെച്ചിട്ടാണ് അത് പഠിക്കാനായിട്ട്. കൂടുതലും കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് തന്നെയാണ് കേട്ടോ. യെസ്, ഇനി റാങ്ക് ഫയൽസ് വെച്ച് പഠിക്കേണ്ട സബ്ജക്റ്റ് ആണിത്. ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ, കമ്പ്യൂട്ടേഴ്സ്, സയൻസ് ആൻഡ് ടെക്നോളജി ഇല്ല കേട്ടോ. സയൻസ് ആൻഡ് ടെക്നോളജി വരുന്നില്ല. പിന്നീട് സിമ്പിൾ അരിത്തമെറ്റിക്സ് ആൻഡ് മെന്റൽ എബിലിറ്റി, ജനറൽ ഇംഗ്ലീഷ്, റീജിയണൽ ലാംഗ്വേജ് ഇല്ല. ഓക്കെ, SNT റാങ്ക് ഫയൽ ഒരു ബേസിക് ഡേറ്റയുടെ നല്ലതാണ്. പിന്നെ അത് കറണ്ട് അഫയേഴ്സ് വെച്ച് അപ്ഡേറ്റ് ചെയ്താൽ മതി. മനസ്സിലായി പ്രതീക്ഷിക്കുന്നു. പിന്നെ സ്പെഷ്യൽ ടോപ്പിക്സ് ഏത് ടെക്സ്റ്റ് വെച്ച് പഠിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അത് ചോദിക്കുകയാണെങ്കിൽ അത് ഓരോ പരീക്ഷയും ഓരോ രീതിയാണ്. നിങ്ങൾ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ ഏത് പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്സ് നിങ്ങൾക്ക് വേണമെന്ന് ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് വെച്ച് പഠിപ്പിക്കാം. യൂണിഫോംഡ് ഫോഴ്സ് തന്നെയാണ്, ബെയർ ആക്ട് വെച്ച് തന്നെ പഠിക്കാം. അതിന് പുറത്തുനിന്ന് ചോദ്യങ്ങൾ വരത്തില്ല. ബെയർ ആക്ട് വെച്ച് തന്നെ പഠിക്കാം. ഇപ്പം കഴിഞ്ഞ SI മെയിൻസിന് ഞങ്ങൾ പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ബെയർ ആക്ട് വെച്ചാണ് പഠിപ്പിക്കുന്നത്. അത് സേഫ് ആണ്. പിന്നെ നമുക്ക് അതിനകത്ത് വരെ കൺഫ്യൂഷൻ ആവശ്യമില്ല. ബെയർ ആക്ടിന് പുറത്തുനിന്ന് അങ്ങനെ ചോദ്യങ്ങൾ വരാറില്ല. വന്നാൽ വിധി, അത് പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ. അതാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് ഓരോ മാർക്കിന് വേണ്ടിയുള്ള ഫൈറ്റ് നടത്താം. 100 മാർക്ക് നമുക്ക് നേടിയെടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ടോപ്പ് 10 റാങ്കിലേക്ക് എത്താനുള്ള മാർക്ക് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ആ ഒരു മെന്റാലിറ്റി വെച്ച് തന്നെ പഠിക്കാം. ഈ പുസ്തകങ്ങൾ മാത്രം മതി. ഇനി നിങ്ങൾ നോക്കുമ്പോൾ കുറേ പുസ്തകങ്ങൾ ലിസ്റ്റ് പുറത്തുനിന്ന് കിട്ടും. പഠിച്ചാൽ നല്ലതാണ്, പക്ഷെ ഹ്യൂമൻ ബ്രെയിൻ അത്രയും പഠിക്കാൻ ഒക്കത്തില്ല. ഫോർ എക്സാമ്പിൾ 1-2 മാർക്കിന് മിഡീവൽ ഇന്ത്യ, നിങ്ങൾ ഈ പറഞ്ഞ പോലെ സ്പെക്ട്രത്തിന് തന്നെ മിഡീവൽ ഇന്ത്യയുടെ പുസ്തകമുണ്ട്, നല്ല കനമാണ്. ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ മിഡീവൽ ഇന്ത്യക്ക് നിങ്ങൾക്ക് 100 മാർക്ക് കിട്ടും.
പക്ഷെ മിഡീവൽ ഇന്ത്യയിൽ നിന്ന് വരുന്ന ചോദ്യം ഒരു ചോദ്യമായിരിക്കും. ഒരു ചോദ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു 10-200 പേജ് പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി സബ്ജക്റ്റിൽ പഠിച്ചു തീർക്കാൻ ഒക്കത്തില്ല. അപ്പൊ പ്രാക്ടിക്കലായിട്ട് ഒരു വർഷത്തിലൊക്കെ നമുക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താനായിട്ട് ഈ ടെക്സ്റ്റുകൾ വെച്ച് തന്നെ പഠിക്കുക. 100% പെർഫെക്ഷൻ എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇതാണ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഔട്ട്ലുക്ക്. നിങ്ങൾ അരിഹന്തൊക്കെ വായിക്കുകയാണെങ്കിൽ പിന്നെ NCERT വായിക്കേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ മാർക്ക് നേടിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. PSC അല്ല നിങ്ങളുടെ ജീവിതം. പെട്ടെന്ന് PSC എഴുതി കയറുക, ഒരു ജോലി കിട്ടിയിട്ട് പിന്നാണ് നമുക്ക് ജീവിതം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അല്ല PSC പഠനവും 60 നേടലും ആയിരിക്കും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഇത്രയും നല്ല ഇഷ്ടംപോലെ കണ്ടന്റ് ഈ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുള്ള പുസ്തകങ്ങളാണിത്. ഈ പുസ്തകങ്ങൾ ഉള്ളതുകൊണ്ടാണ് എനിക്കൊരു റാങ്ക് ഹോൾഡർ ആവാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് ഈ പുസ്തകങ്ങൾ എനിക്ക് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. അടുത്തൊരു 10 കൊല്ലത്തേക്ക് ഇതേ ടെക്സ്റ്റുകൾ തന്നെയായിരിക്കും PSC ഫോക്കസ് ചെയ്യുക. കാര്യം കഴിഞ്ഞ 20 കൊല്ലമായിട്ട് UPSC ഇതേ ടെക്സ്റ്റ് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. PSC അടുത്ത കാലത്ത് ഇങ്ങോട്ടേക്ക് മാറിയതേ ഉള്ളൂ. നിങ്ങൾ കർണാടക അല്ലെങ്കിൽ തമിഴ്നാട്, ഗുജറാത്ത്, രാജസ്ഥാൻ PSC ഒക്കെ നോക്കുക, അവരും ഈ ടെക്സ്റ്റുകളിൽ നിന്നൊക്കെ തന്നെയാണ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള PSC ഇപ്പൊ ഇങ്ങോട്ടേക്ക് ആളെടുത്ത് വെച്ചിട്ടുള്ളൂ, ഇനി അങ്ങോട്ട് ഈ ടെക്സ്റ്റുകളൊക്കെ തന്നെയായിരിക്കും വരിക. അപ്പൊ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. എഗെയിൻ നമ്മുടെ കോഴ്സസിനെ പറ്റി അറിയാനായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അടുത്ത വീഡിയോ ഏത് ടോപ്പിക്കിൽ വേണമെന്ന് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കമന്റ് ചെയ്തേ, എല്ലാവരും കമന്റ് ചെയ്യാം. നമുക്ക് ആഴത്തിൽ പഠിക്കണം AP എന്ന് എല്ലാവരും കമന്റ് ചെയ്യുക. അപ്പൊ എനിക്ക് തിരിച്ചറിയാം നിങ്ങൾക്ക് ഈ മെസ്സേജ് ശരിക്കും എത്തിയോ ഇല്ലയോ എന്നുള്ളത് എനിക്കും ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ AP എന്ന് കമന്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഏത് ടോപ്പിക്കിൽ വേണമെന്നും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓൾ ദി ബെസ്റ്റ്.